വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിലെ 4ാമത്തെ വീഡിയോ ആണ്. സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നാണ് ഈ സെക്ഷൻ്റെ പേര്. ഇതുവരെ നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നോക്കിയത്. പക്ഷേ നമുക്ക് എക്സാം ലെവലിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഒരു കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിനനുസരിച്ച് 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് വരിക, എന്താണ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. പിന്നെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, പിന്നെ വാട്ട് ഡയറക്ഷൻ കാണാൻ പറയും, പിന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ പറയും. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ഒരു 3 മാർക്ക് സിമ്പിളായിട്ട് കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ എ ഈസ് 12 മീറ്റർ നോർത്ത് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ബീനെ എവിടെ വരയ്ക്കുക, എന്നിട്ട് പിന്നെ എന് 12 നോർത്ത് ഓഫ് ബീൻ്റെ നോർത്തിലാണ് എ. പിന്നെ എന്താ പറയുന്നത്, സി ഈസ് 14 മീറ്റർ ഈസ്റ്റ് ഓഫ് എ എന്നാണ് പറഞ്ഞത്. ഈസ്റ്റ് ഏതാണ് വരിക, ഇതിൻ്റെ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടേക്കല്ലേ, അപ്പോൾ ഇവിടേക്ക് 14. സി ഈസ് 14 മീറ്റർ ഈസ്റ്റ് ഓഫ് എ. പിന്നെ ഡി ഈസ് 30 മീറ്റർ സൗത്ത് ഓഫ് സി. 30 മീറ്റർ എങ്ങനെയാണ്, ഇവിടുന്ന് ഇവിടം വരെ 12 ആണുള്ളത്, അങ്ങോട്ടേക്ക് 18. വേണമെങ്കിൽ ഇത് അവിടെ 12, 18 എന്ന് വെറുതെ അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ ഡി ഈസ് സൗത്ത്, അപ്പോൾ ഇവിടെ ഡി ആണ് വരിക. പിന്നെ പറയുന്നത് ഇ ഈസ് 28 മീറ്റർ വെസ്റ്റ് ഓഫ് ബി എന്നാണ് പറയുന്നത്. ബീൻ്റെ വെസ്റ്റ് എങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്കല്ലേ. അപ്പോൾ 28 മീറ്റർ, കുറച്ച് ലെങ്ത്ത് കൂട്ടുക, ഇവിടെ 28 എന്നുള്ളത് ഇ ആണ് ഇവിടെ വരിക. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, എഫ് ഈസ് 18 മീറ്റർ സൗത്ത് ഓഫ് ഇ എന്നാണ് പറഞ്ഞത്. 18 മീറ്റർ സൗത്ത് എന്ന് പറയുമ്പോൾ നേരെ ഇതിൻ്റെ നേരെയല്ലേ വരിക, കാരണം ഇവിടെ 18 ആണല്ലേ. അപ്പോൾ 18 മീറ്റർ സൗത്ത് 18, ഇവിടെ എഫ് എന്ന് വരും. പിന്നെ പറഞ്ഞത്, ജി ഈസ് സ്റ്റാൻഡിങ് എക്സാക്ട്ലി ഇൻ ദ മിഡിൽ ബിറ്റ്വീൻ സി ആൻഡ് ഡി. സി ആൻഡ് ഡി എവിടെയുള്ളത്, സിയും ഡിയും ഇവിടെയല്ലേ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ എവിടാ, ഇത് 30 ടോട്ടലുള്ളത്, 15 മിഡിൽ ഉണ്ടാകുക. ഇവിടെ 12 ആണുള്ളത്, ഇവിടേക്കൊരു 15 എടുക്കുക. അപ്പോൾ എന്തായിരിക്കും ഇവിടെയാണ് ഉണ്ടാകുക, ഇത് ജി ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഈസ്റ്റ് ഒക്കെ എങ്ങനെ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോർത്ത് ഇവിടെയാണ്, സൗത്ത് ഇവിടെയാണ്, വെസ്റ്റ് ഇവിടെയാണ്, ഈസ്റ്റ് ഇവിടെയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എയിൻ്റെ ഈസ്റ്റ് ആണ് സി എന്ന് പറയുകയാണെങ്കിൽ എ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് അയക്കും. ഇനിയിപ്പോൾ എ വെസ്റ്റ് സി എന്ന് പറഞ്ഞാൽ എയിൻ്റെ വെസ്റ്റിലേക്കാണെങ്കിൽ എയിനെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ഇവിടേക്ക് അയക്കും. ഇനി സി എയിൻ്റെ നോർത്തിലേക്കാന്ന് പറയുമ്പോൾ എ ഇവിടെയാണെങ്കിൽ സി ഇവിടേക്കും വരിക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന പോലെ ഇത് ഡയഗ്രാം വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക, എഫ് ഇവിടെ ഉണ്ട്, ഡി ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ ചോദിച്ചത്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാ, ഇവിടുന്ന് ഇവിടം വരെ ഉള്ളതല്ലേ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതെങ്ങനെയാണ് കാണുക, ഇവിടുന്ന് നേരെ താഴെ നോക്കുക, ഇവിടെ ഒരു വരയിടുക. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇവിടുന്ന് വരെ 14 അപ്പോൾ ഇവിടെ എത്രയാണ്, 14 വരും. ഇവിടെയോ, ഇവിടെ 28 വരും. അപ്പോൾ ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്, 14, 28 കൂടി സം ചെയ്താൽ പോരെ. എത്രയൊക്കെ ആൻസർ, ഇത് 42 വരും. റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ബി എന്നാണ് പറയുന്നത്. ജി എവിടെയാണുള്ളത്, ഇവിടെയാണുള്ളത്. ബി എവിടെയാണുള്ളത്, ഇവിടെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഏതാ, ഈസ്റ്റ് എന്നാണോ. നോക്ക്, ഈ പോയിൻറ്റിൻ്റെ നേരെ താഴോട്ടല്ലേ, കാരണം ഈ പോയിൻറ്റ് 12 ആണുള്ളത്. ഇവിടുന്ന് ഇതിൻ്റെ നേരെ വരുന്ന ഈ പോയിൻറ്റ് ഇതാണ്, ഈ പോയിൻ്റാണ്. പിന്നെ അതിൻ്റെ താഴോട്ടാണ് ജി ഉള്ളത്. അപ്പോൾ ഏതാ, ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ബി. എന്തായിരിക്കും, ഇവിടെ ബീനെ വരച്ചിട്ടുണ്ടെങ്കിൽ ജി എവിടെയായിട്ടാണ് വരിക, ഏകദേശം ഇവിടെയായിട്ടാണ് വരിക. ബി ഇവിടെയാണെങ്കിൽ ജി ഇവിടെ ആയിട്ട് വരിക. ഏതാ ഡയറക്ഷൻ, സൗത്ത് ഈസ്റ്റ് ആയിരിക്കും ഡയറക്ഷൻ, സൗത്ത് ഈസ്റ്റ് എന്നുള്ള ഡയറക്ഷനാണ്. അടുത്തത്, ഫൈൻഡ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇ ആൻഡ് സി. ഇയും സിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസാണ് ചോദിച്ചത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ല. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെ കാണുക, ഇ സീനെ ഇങ്ങനെ വരച്ചാൽ മതിയേനു. പക്ഷേ ഇപ്പോൾ ചോദിച്ചത് ടോട്ടൽ ഡിസ്റ്റൻസാണ്. അതിനെന്താ ചെയ്യുക, ഈ 28ഉം ഈ 12ഉം ഈ 14ഉം കൂടി കൂട്ടിയാൽ പോരെ. ഇവിടുന്ന് ഇവിടം വരെ എത്തേണ്ട ദൂരം അതെങ്ങനെയാണ് കൂട്ടിയിട്ട് എത്ര കിട്ടുക, 28ഉം 12ഉം 40, 40ഉം 14ഉം 54. ആൻസർ എന്താണ് വരിക, 54. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, ആകെ ഒരു കണ്ടീഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലുള്ള ഈ സെക്ഷനിൽ ആകെ 3 ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. ചിലപ്പോൾ 4 ആവാം, 5 ആവാം. സിമ്പിളായിട്ട് ഒരു പ്രിലിംസ് എക്സാമിന് പോകുമ്പോൾ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ നല്ലോണം ഒന്ന് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. PQRSTUVW 8 ആൾക്കാരെ തന്നിട്ടുണ്ട്. ഇനി Q ഈസ് 30 മീറ്റർ വെസ്റ്റ് ഓഫ് P എന്നാണ് പറയുന്നത്.
പി ഇവിടെയാണെങ്കിൽ അതിൻ്റെ വെസ്റ്റ് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്ക്. അതാ ക്യൂ എന്താണ്? 30 മീറ്റർ വെസ്റ്റ് ഓഫ് പി. പിന്നെ ആർ ഈസ് 15 മീറ്റർ നോർത്ത് ഓഫ് ക്യൂ എന്നാണ് പറയുന്നത്. കുറച്ച് താഴോട്ട് വരയ്ക്കാം. ഏതാണ്? ആർ ഈസ് 15 മീറ്റർ നോർത്ത്. എന്താണ്? ക്യൂവിൻ്റെ നോർത്ത് എന്ന് പറഞ്ഞാൽ മേലോട്ടേക്ക്. അപ്പോൾ എന്താണ്? 15 മീറ്റർ ആണ്. പിന്നെ എസ് ഈസ് 15 മീറ്റർ ഈസ്റ്റ് ഓഫ് ആർ എന്നാണ് പറയുന്നത്. എസ് എങ്ങോട്ടേക്കാണ്? ഈസ്റ്റ്. അല്ല, ഇത് വെസ്റ്റ് ആണ്. ആറിൻ്റെ ഈസ്റ്റ് ഇടയ്ക്കാണ് വരിക, അങ്ങോട്ടേക്കാണ് വരിക. അപ്പോൾ എന്താണ്? ഈസ്റ്റ് 15. ഏതാണ്? എസ് ഈസ് ഈക്വൽ ടു എസ് എന്താണെന്ന് പറഞ്ഞാൽ ആറിൻ്റെ 15 മീറ്റർ ഈസ്റ്റ് ആണെന്ന് പറഞ്ഞത്. അടുത്ത എന്താണ് പറഞ്ഞത്? ടി ഈസ് 50 മീറ്റർ സൗത്ത് ഓഫ് എസ് എന്ന് പറഞ്ഞത്. 50 മീറ്റർ സൗത്ത് ഓഫ് എസ്. അതായത് എവിടെയാണ് വരിക? ഇതിൻ്റെ നേരെയല്ലേ വരിക? അപ്പോൾ ഇതിൻ്റെ നേരെ വരും. അപ്പോൾ ഇവിടെ 15 ആണ്, ഇവിടെ 15 ആണ്. പിന്നെ എന്താണ്? ടി ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ 15 വന്നേ? ഇവിടെ 15 ആയിരം കൊണ്ടാണ് ഇവിടെ 15 വന്നേ. ഇവിടെ എന്താ 15 വന്നേ? ഈ 30 മൈനസ് 15. അത്രയേ ഉള്ളൂ. ഇനി എന്താണ്? യു ഈസ് 50 മീറ്റർ സൗത്ത് ഓഫ് ടി എന്നാണ് പറഞ്ഞത്. ടീൻ്റെ സൗത്തിലേക്കാണ് ഏത്? യു. ഇത് 15 പറഞ്ഞ് യു എവിടെയാണ് വരിക? ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? വി ഈസ് 30 മീറ്റർ ഈസ്റ്റ് ഓഫ് യു ആണ്. യു ഇവിടെയാണുള്ളത്. അതിൻ്റെ എന്താണെന്ന് പറഞ്ഞാൽ 30 മീറ്റർ ഈസ്റ്റാന്ന് പറഞ്ഞത്. ഇവിടുന്ന് ഇവിടം വരെ എന്താണ്? 15. അങ്ങോട്ടേക്ക് എത്രയാണ്? പിന്നെ 15 എന്താ പറഞ്ഞത്? വി ആണെന്ന് പറഞ്ഞത്. ഓക്കെ. ആൻഡ് ഡബ്ല്യു ഈസ് 15 മീറ്റർ നോർത്ത് ഓഫ് വി. 15 മീറ്റർ നോർത്ത് ഓഫ് വിൻ്റെ 15 മീറ്റർ നോർത്തിലാണ് ഏതാണ്? ഡബ്ല്യു. നോർത്ത് ഏതാ? മേലോട്ടേക്ക്. അപ്പോൾ എന്താണ്? 15 ഏതാ പറഞ്ഞത്? വി ഈസ് അല്ല ഡബ്ല്യു ഈസ് 50. ഇവിടെ ഏതാ? ഡബ്ല്യു ആണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്? നമ്മളിതാ കണ്ടീഷൻ തന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ ഡയഗ്രാം വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്? ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഇപ്പോൾ എന്താണ്? ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. ചിലപ്പോൾ 4 ആവാം, 5 ആവാം. എന്താണ്? 2 ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ എന്ന് കരുതരുത്. അപ്പോൾ എന്താണ്? പോയിന്റ് ടി ഈസ് വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ആർ എന്നാ. ഇതിലേതാ? ടി എവിടെയാണുള്ളത്? ടി ഇത് എവിടെയല്ലേ ഉള്ളത്? പിന്നെ എന്താണ്? ആർ എവിടെയാണുള്ളത്? ആർ ഇവിടെയല്ലേ ഉള്ളത്? അപ്പോൾ ആറിന്ന് നോക്കുകയാണെങ്കിൽ എവിടേക്ക് വയ്ക്കും? ഇത് ആറിന്ന് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അത് എസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അത് ഈസ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ ആറിന്ന് സൗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യൂ ആയിരിക്കും ഉണ്ടാകുക അല്ലേ? പിന്നെ ആറിന്ന് ഇനിയിപ്പോൾ ഇവിടേക്ക് നോക്കണമെങ്കിൽ ഏതായിരിക്കും? നോക്ക്, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ആറിന്ന് ടീനേക്ക് നോക്കണമെങ്കിൽ ആറ് എവിടെയാണെങ്കിൽ ടി എവിടെയാണല്ലേ? ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇതേതാ ഡയറക്ഷൻ എന്ന് പറയുന്നത്? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ്. ആൻസർ സൗത്ത് ഈസ്റ്റ് എന്ന് വരും. അടുത്തത് ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് യു എന്നാണ്. അപ്പോൾ യു എവിടെയാണുള്ളത്? യു ഇവിടെയാണുള്ളത്. പി എവിടെയാണുള്ളത്? പി എവിടെയാണുള്ളത്. അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ട്രയാങ്കിൾ എങ്ങനെ വരിക? ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഏതാണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇവിടെ, യു ഇവിടെ 15, ഇവിടെ 15. അപ്പോൾ അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക? റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ അല്ലേ? റെഡി? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് 225 പ്ലസ് 225 എത്ര? 450 ആയിരിക്കും. ചിലപ്പോൾ 450 എന്ന് പറഞ്ഞ് വരണമെന്നില്ല. അപ്പോൾ അതിനെന്താക്കണം? അതിനെ വെട്ടിച്ചുരുക്കണം. അതിനെന്താ ചെയ്യുക? ഞാനിപ്പോൾ 5നെ പുറമേക്ക് എടുക്കുക. 5നെ എങ്ങനെ പുറമേക്ക് എടുക്കുക? ഇൻറ്റു 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5നെ പുറമേക്ക് എടുക്കുകയാണെങ്കിൽ 25 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല, ഇതിൻ്റെ ആൻസർ എന്താ വരിക? 450 എന്നുള്ളത്. റെഡി? അപ്പോൾ ഇതിൻ്റെ ആൻസർ 450 എന്നാണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പോയിന്റ് എസ് ഈസ് 4 മീറ്റർ ടു ദ നോർത്ത് ഓഫ് പോയിന്റ് എം. പോയിന്റ് സി എക്സാക്ട്ലി ബിറ്റ്വീൻ പോയിന്റ് എം ആൻഡ് പി ആൻഡ് പോയിന്റ് ഡബ്ല്യു ഈസ് 8 മീറ്റർ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നമ്മളെന്താണ്? ഡയഗ്രാം വരച്ച് നോക്കുക. എസ് ഈസ് 4 മീറ്റർ നോർത്ത് ഓഫ് എം. അപ്പോൾ എമ്മിനെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. എസ്സിനെ ഞാനിതാ ഇവിടെ വരച്ചിട്ടുണ്ട്. 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? പോയിന്റ് സി എക്സാക്ട്ലി ബിറ്റ്വീൻ എം ആൻഡ് പി. എമ്മും പി എം അതിൻ്റെ ഇടയ്ക്കലാന്ന് പറഞ്ഞു. പക്ഷേ എമ്മും പി എവിടെയുള്ള ഇതിൽ കാണുന്നുണ്ടോ? പീന ഇല്ല. അപ്പോൾ എന്താ? ഈ സംഭവം ഈ പോയിന്റ് എന്താണ്? അവിടെ വെക്കുക. ബാക്കിയുള്ള ചെയ്ത് കഴിഞ്ഞിട്ട് അത് നോക്കാം. ഡബ്ല്യു ഈസ് 8 മീറ്റർ ടു ദ ഈസ്റ്റ് ഓഫ് പോയിന്റ് ടി. ഇവിടെ ഡബ്ല്യുവും ടിയും ഉണ്ടോ? ഇല്ല. അടുത്തത് എന്താണ്? അത് സ്കിപ്പ് ചെയ്ത് വെക്കുക. പിന്നെന്താണ്? എം ഈസ് 16 മീറ്റർ ഈസ്റ്റ് ഓഫ് പോയിന്റ് പി എന്നാണ് പറഞ്ഞത്. എം 16 മീറ്റർ ഈസ്റ്റ് ഓഫ് പോയിന്റ് പി. അപ്പോൾ ഇതാണ് ഈസ്റ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും? എവിടേക്കും വരിക? പി എന്ന് പറയുന്നത് എവിടെയാണ് വരിക? ഇവിടെയാണ് പറയുന്നത്. നോക്ക്, എം ഈസ് ഈ പി ഉണ്ടെന്ന് നോക്കുമ്പോൾ എം എവിടെയാണെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഡയറക്ഷനിലാണുള്ളത്. എത്രയില്ലേ? 16 ഡിസ്റ്റൻസിൽ. അടുത്തെന്താണ്? പോയിന്റ് ടി ഈസ് 6 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് പി എന്ന് പറയുന്നത്. 6 മീറ്റർ സൗത്തിൽ, പിൻ്റെ 6 മീറ്റർ സൗത്തിലാണ് ഏത്? ടി എന്നുള്ളത്.
പോയിന്റ് ടി ഈസ് 6 മീറ്റർ സൗത്ത് ഓഫ് പി എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ നമ്മളിത് ഇത് നോക്കിയിട്ടുണ്ട്, ഇത് നോക്കിയിട്ടുണ്ട്, ഇത് നോക്കിയിട്ടുണ്ട്. ഇനി എന്താണ് 2 പോയിന്റ് കൂടിയാണുള്ളത്. പോയിന്റ് ഡബ്ല്യു ഈസ് 8 മീറ്റർ ടു ദ ഈസ്റ്റ് ഓഫ് ടി. എവിടെ ടി എവിടെ? അതിൻ്റെ ഈസ്റ്റിലേക്കാണെന്ന് പറഞ്ഞത്. എത്ര? 8. അപ്പോൾ ഇവിടെ ഡബ്ല്യു എന്നും കിട്ടി. ഇനി എന്താണ് പോയിന്റ് സി എക്സാക്ട്ലി ബിറ്റ്വീൻ എവിടെയാണ് എമ്മിൻ്റെയും പീൻ്റെയും നടുവിൽ. എമ്മിൻ്റെയും പീൻ്റെയും നടുവിൽ എവിടെയാണ്? ഇവിടെയല്ലേ. അപ്പോൾ എന്താണ് എമ്മിൻ്റെ പി ഇവിടെ 8ആണ്, ഇവിടെ 8ആണ്. അല്ല പി അല്ല, പോയിന്റ് സി ആണ്. സി ആണ് പോയിന്റ്. ഇവിടെ 8ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 8 ആയിരിക്കും, ഇവിടെ 8 ആയിരിക്കും. റെഡി? അപ്പോൾ ഇവിടെ ഒരു വര വരച്ചു തന്നേയുള്ളൂ. ഇനി എന്താണ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡബ്ല്യു ആൻഡ് എം എന്നാണ്. അപ്പോൾ ഏതാണ് ഇതിലെവിടെ ഡബ്ല്യു എം ഉള്ളത്? ഇതല്ലേ ഡബ്ല്യു, ഇവിടെയാണ് എം ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കാണുക? ഇവിടുന്ന് ഒരു വര വരയ്ക്കുക, ഇവിടുന്ന് ഒരു വര വരയ്ക്കുക, ട്രയാങ്കിളായി. അപ്പോൾ ട്രയാങ്കിൾ ഇത് എവിടേക്ക് ഞാനൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. ഇപ്പോൾ എന്തായി? ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? 8. പിന്നെ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവിടെ 6 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എന്താ? ഡബ്ല്യു ഇവിടെ ഉണ്ട്, എം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക? √6² + 8². എത്രയ്ക്ക് ആൻസർ വരിക? 36ഉം 64ഉം √100 എന്ന് പറയും. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? 10 എന്ന് കിട്ടും. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 10. ഇനി എന്താണ് പോയിന്റ് ടി ഈസ് വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് എം എന്നാണ്. ഇതിൽ ടി എം കാണണം. ഇവിടെ നോക്ക്, ടി ഇത് എവിടെയാണുള്ളത്, പിന്നെ എം എവിടെയാണുള്ളത്. ഇപ്പോൾ എം എന്ന് നോക്കുമ്പോൾ ടി ഏത് ഡയറക്ഷനിലാണെന്ന് പറയുന്നത്. അപ്പോൾ എമ്മിൻ്റെ സൗത്ത് നോക്ക്, നമ്മൾ ഈ ഡയഗ്രാം വരച്ച് മറന്നു പോരുത്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ അതാ എമ്മിനെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ടി ഉള്ളത്? ഇവിടെയാണ് ടി ഉള്ളത്. അങ്ങനെ എന്താ ഏതാ ഡയറക്ഷൻ? സൗത്ത് വെസ്റ്റ് എന്നുള്ള ഡയറക്ഷൻ അല്ലേ. ആൻസർ എന്താ വരിക? സൗത്ത് വെസ്റ്റ്. റെഡി? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ് നമ്മൾ ഇങ്ങനെ നോക്കിയിട്ടുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോയിന്റ് ബി 6 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് എ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ് എനെ വരയ്ക്കുക. എ എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്. അതിൻ്റെ വെസ്റ്റിലേക്ക് 6 മീറ്റർ വെസ്റ്റിലാണ് ബി എന്നുള്ളത്. 6 ബി. പിന്നെ എന്താ പറഞ്ഞത്? പോയിന്റ് സി 4 മീറ്റർ നോർത്ത് ഓഫ് ബി എന്നാണ് പറയുന്നത്. 4 മീറ്റർ പോയിന്റ് സി എന്നുള്ളത്. പിന്നെ എന്താണ് പോയിന്റ് ജി ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. ബി ആൻഡ് സി എവിടെ? ഇതിൻ്റെ ഇടയിലാണ്. പോയിന്റ് ജി ഈസ് ബിറ്റ്വീൻ പോയിന്റ് ബി ആൻഡ് സി. ജി ഇവിടെ എവിടെയാണല്ലോ എന്ന് പറഞ്ഞത്. പിന്നെ പോയിന്റ് എച്ച് ഈസ് 12 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് സി. 12 മീറ്റർ ഇവിടെ 4 ഉണ്ട്, പിന്നെ ഇവിടെ എത്രയാണ്? 8 ആണ് ഉണ്ടാകുക. എന്താണ് പറഞ്ഞത്? പോയിന്റ് എച്ച് എന്നുള്ളതാണ്. പിന്നെ എന്താണ് പോയിന്റ് ഡി ഈസ് 3 മീറ്റർ ടു ദ വെസ്റ്റ് ഓഫ് പോയിന്റ് സി ആണ്. പോയിന്റ് സിൻ്റെ 3 മീറ്റർ വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് ഉണ്ടാകുക. ഇവിടെയാണ് ഡി ഉണ്ടാകുക. പിന്നെ എന്താണ് പറഞ്ഞത്? പോയിന്റ് എഫ് ഈസ് 4 മീറ്റർ ടു ദ സൗത്ത് ഓഫ് ഡി. എത്രയാണ്? 4 മീറ്റർ സൗത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. അപ്പോൾ അതിന് നേരെ ബീന് നേരെ വരും. ഏതാണെന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് പോയിന്റ്? ഇനി എന്താണ് അടുത്ത പോയിന്റ്? പോയിന്റ് ഈസ് 3 മീറ്റർ ഈസ്റ്റ് ഓഫ് പോയിന്റ് എച്ച്. പോയിന്റ് ഈസ് 3 മീറ്റർ ഈസ്റ്റ് ഓഫ് പോയിന്റ് എച്ച്. എവിടെയാണ്? എച്ച് എവിടെയാണുള്ളത്? അതിൻ്റെ ഈസ്റ്റിലേക്ക്. അപ്പോൾ എത്രയാണ്? 3. മേലെ 6 ആണ്, അതിൻ്റെ നേരെ ഹാഫ് ആയിട്ട് വരും. അപ്പോൾ എന്താണ് 3 ഈസ്റ്റ് 4 മീറ്റർ വെസ്റ്റ് ഓഫ് ഈസ് 3 മീറ്റർ ടു ദ ഈസ്റ്റ് ഓഫ് പോയിന്റ് എച്ച്. അപ്പോൾ ഈ എന്താണ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? ഇവിടെ ഒരു പോയിന്റ് നമ്മൾ നോക്കിയിട്ടില്ല. അതേതാ പോയിന്റ്? പോയിന്റ് ജി ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് സി എന്നുള്ളത്. ബിൻ്റെ സീൻ്റെ എവിടെയാണ് ഒരു ജി എന്നുള്ളത്. അത് നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു എ എന്നുള്ളത്. എവിടെയാണ്? ഡി ഇവിടെ ഉണ്ട്, എ ഇവിടെ ഉണ്ട്. എ എന്ന് നോക്കുമ്പോൾ ഡി ഏതായിരിക്കും? നോർത്ത് വെസ്റ്റ് എന്നായിരിക്കും വരിക. നോർത്ത് വെസ്റ്റ്. ഇനിയിപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഒറ്റ ക്വസ്റ്റിനെ വന്നിട്ടുണ്ടോ എന്ന് ഡൗട്ട് വരും. ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കല്ലേ വരിക. അത് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റിനെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. എക്സാമിൽ വരികയെന്ന് ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻ വരാം. കാരണം എന്താണ് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒറ്റ ക്വസ്റ്റിന് ഇത്രയും സമയം പോക്കണോ? ശരിക്കും എന്താണ് ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കല്ലേ വരിക. ചിലപ്പോൾ 3, 4, 5 ക്വസ്റ്റ്യൻ വരാം. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പോയിന്റ് എച്ച് 6 മീറ്റർ സൗത്ത് ഓഫ് വി. വി ഇവിടെ ഇട്ടിന്. പിന്നെന്താണ് 6 പോയിന്റ് എച്ച്. പിന്നെന്താണ് പോയിന്റ് വി ഈസ് 15 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് ഡബ്ല്യു ആണ്. എന്താണ് വി 15 മീറ്റർ വെസ്റ്റ് ഓഫ് ഡബ്ല്യു. അപ്പം എന്താണ് ഇത് 15 ആണ്, ഡബ്ല്യു ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത എം ഈസ് 3 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് എൻ എന്നാണ് പറഞ്ഞത്. എം എൻ ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് അതെന്താണ് അവിടെ വെക്കട്ടെ, നമുക്ക് പിന്നെ നോക്കാം. പിന്നെന്താണ് പോയിന്റ് സി ഈസ് 3 മീറ്റർ സൗത്ത് ഓഫ് എസ്.
എന്താണ് സി യു എസ് തന്നിട്ടില്ല, അതും അവിടെ നിൽക്കട്ടെ. പോയിന്റ് എസ് ഈസ് 2 മീറ്റർ നോർത്ത് ഈസ്റ്റ് ഓഫ് പോയിന്റ് എച്ച്. എത്രയാണ്? പോയിന്റ് എസ് ഈസ് 2 മീറ്റർ നോർത്ത് ഈസ്റ്റ് ഓഫ് പോയിന്റ് എച്ച്. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഡയറക്ഷൻ വരിക? ഇങ്ങോട്ടേക്കല്ലേ വരിക. അപ്പോൾ എന്താണ് ഇങ്ങോട്ടേക്ക്. എത്രയാണെന്ന് പറഞ്ഞാൽ 2 മീറ്റർ നോർത്ത് ഈസ്റ്റ് ഓഫ് ഏതാണ്? പോയിന്റ് എച്ച്. ഏത്? പോയിന്റ് എസ് എന്നുള്ളത്. അപ്പോൾ എസ് എവിടെയാണ് വരിക? ഇവിടെയാണ് വരിക. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർത്തും ഉണ്ട് ഈസ്റ്റ് അങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയാണ് വരിക, 45 ഡിഗ്രി ആയിട്ടാണ് വരിക. ഇനി എന്താണ്? എൻ്റെ പോയിന്റ് എൻ ഈസ് 2 മീറ്റർ നോർത്ത് വെസ്റ്റ് ഓഫ് സെഡ് എന്നാണ് പറയുന്നത്. എൻ സെഡ് തന്നിട്ടുണ്ടോ? അതും തന്നിട്ടില്ല, അതും നമുക്ക് പിന്നെ നോക്കാം. പിന്നെ എന്താണ്? പോയിന്റ് ഡബ്ല്യു ഈസ് 6 മീറ്റർ നോർത്ത് ഓഫ് പോയിന്റ് സെഡ്. ഏതാണ്? പോയിന്റ് ഡബ്ല്യു 6 മീറ്റർ നോർത്ത് ഓഫ് പോയിന്റ് സെഡ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇതിന് എച്ചിന് നേരെയായിട്ട് ഏതാ വരിക? പോയിന്റ് ഡബ്ല്യു ഈസ് 6 മീറ്റർ നോർത്ത് ഓഫ് പോയിന്റ് സെഡ്. എച്ചിന് നേരെയായിരിക്കും സെഡ് വരിക. റെഡി? അപ്പോൾ ഇനി എന്താണ്? ഇനി നമ്മൾ സ്കിപ്പ് ചെയ്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എമ്മും ഉണ്ട്, ഇവിടെ എന്നും ഉണ്ട്. എമ്മും എന്നും ഉണ്ട്, ഇവിടെ എമ്മും എന്നും തന്നിട്ടില്ല. പിന്നെന്താണ്? സിയും ഉണ്ട്, എസ്സും ഉണ്ട്. എസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? സി 3 മീറ്റർ സൗത്ത് ഓഫ് എസ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ തൽക്കാലം 3 എന്നുള്ള വരച്ച്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പോയിന്റ് സി ഈസ് 3 മീറ്റർ സൗത്ത് ഓഫ് എസ്. സി ഇവിടെ ആയിട്ട് വന്ന്. ഇനി എന്താണ്? അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാണ്? എൻ ഈസ് 2 മീറ്റർ നോർത്ത് വെസ്റ്റ് ഓഫ് സെഡ് എന്നാണുള്ളത്. നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്കും വരിക. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എൻ ഈസ് 2 മീറ്റർ. അപ്പോൾ എവിടെയാണ് വരുന്നത്? എൻ ഇവിടെയാണ് വരിക. റെഡി? ഇനി എന്താണ്? നമ്മൾ ഈ നോക്കാത്ത 2 പോയിന്റ് നോക്കി. ലാസ്റ്റ് പോയിന്റ് ഏതാണ്? എം ഈസ് 3 മീറ്റർ സൗത്ത് ഓഫ് എൻ എന്നാണ് പറയുന്നത്. എം ഈസ് 3 മീറ്റർ സൗത്ത് ഓഫ് എൻ. എൻ ഇവിടെയാണല്ലേ. അപ്പോൾ എം എവിടെ വരിക? 3. എം ഇവിടെയാണ് വരിക. ഇനി എന്താണ്? ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്കുള്ള ഡയഗ്രാം കിട്ടിയിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ പോയിന്റ് സെഡ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എച്ച് എന്നാണ്. എവിടെ? അതിനാദ്യം നോക്കുക എന്താ ചെയ്യേണ്ടത്? എച്ചും വേണം, സെറ്റും വേണം. എന്താണ്? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് പോയിന്റ് സെറ്റ് വിത്ത് റെസ്പെക്ട് ടു എച്ച്? ഏതാണ്? ഈസ്റ്റ് ഡയറക്ഷൻ അല്ലേ. ഇതാ ഇവിടെയും 6 ഇവിടെയും 6. അതാണെങ്കിൽ എന്താണ്? ഇതെല്ലാം കൂടി ഒരു സെയിം ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരിക. അപ്പോൾ ഡയറക്ഷൻ ഏതാണ്? ആൻസർ വരിക ഈസ്റ്റ് ആയിരിക്കും വരിക. എന്താണ്? ഇത്രയും ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ 1, 2, 3 ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? എല്ലാവരും എന്താണ്? നല്ലോണം ചെയ്ത് നോക്കുക. ഡയറക്ഷൻ ഡിസ്റ്റൻസിൽ നമ്മൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നോക്കിയിട്ടുള്ളത്. എന്താണ്? സിമ്പിളായിട്ട് ഒരു 4 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. ആകെ എന്താണ്? ഒരു ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ കൂടെ എന്താണ്? സൈഡായിട്ട് 2 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിമ്പിളായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ എന്താണ്? എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക.